ഏപ്രിൽ 11 ലോക പാർക്കിൻസൺസ് ദിനമായിട്ട് ആചരിക്കപ്പെടുന്നു. 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദ്യമായി ഈ അവസ്ഥയെക്കുറിച്ച് വിവരിച്ച ഡോക്ടർ ജെയിംസ് പാർക്കിൻസണിന്റെ ജന്മദിനത്തോടുള്ള ആദരസൂചകമായാണ് ഈ തീയതിയിൽ നാം ഇത് ആചരിക്കുന്നത്. എന്താണ് പാർക്കിൻസൺസ് രോഗം? ഞാൻ ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റം, സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, രാജഗിരി ഹോസ്പിറ്റൽ ആലുവ ആൻഡ് ന്യൂറോ കെയർ ക്ലിനിക് മൂവാറ്റുപുഴ. ശരീരചലനങ്ങളെ ബാധിക്കുന്നതും ക്രമേണ വർദ്ധിച്ചു വരുന്നതുമായ ഒരു നാഡീസംബന്ധമായ രോഗമാണ് പാർക്കിൻസൺസ്. ന്യൂറോളജി അസുഖങ്ങളിൽ മൂവ്മെന്റ് ഡിസോർഡർ എന്ന ശാഖയിൽ ഉൾപ്പെടുന്ന രോഗമാണിത്. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് കുറയുന്നത് മൂലമാണ് ഇത് സംഭവിക്കുന്നത്. വിശ്രമവേളയിലുള്ള വിറയൽ, പേശികളുടെ മുറുക്കം, ചലനങ്ങളിലെ മന്ദത എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. നിലവിൽ ഇതിന് പൂർണ്ണമായ ഒരു പ്രതിവിധി കണ്ടെത്തിയിട്ടില്ലെങ്കിലും രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ലെവോഡോപ്പ പോലുള്ള മരുന്നുകളും ഫിസിയോതെറാപ്പിയും വളരെ ഫലപ്രദമാണ്. എന്നാൽ ഈ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, കണ്ടിന്യൂവസ് ഡ്രഗ് ഡെലിവറി പമ്പുകൾ, അത്യാധുനിക ടാർഗറ്റഡ് തെറാപ്പികൾ എന്നിവ രോഗനിയന്ത്രണത്തിൽ പുതിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. പാർക്കിൻസൺസ് രോഗത്തെ ഭയപ്പെടേണ്ടതില്ല. ശരിയായ ന്യൂറോളജിക്കൽ പരിചരണത്തിലൂടെ രോഗികൾക്ക് ദീർഘകാലം മികച്ച ജീവിത നിലവാരം പുലർത്താൻ സാധിക്കും. ഷെയർ ദിസ് ടു പാർക്കിൻസൺസ് പേഷ്യൻസ് ആൻഡ് കെയർ ടേക്കേഴ്സ്. താങ്ക് യു.